സംവാദം തുടങ്ങുന്നു. എന്നാൽ തുടങ്ങാം. ആഴ്ചവട്ടത്തിന്റെ ദിനങ്ങൾ 7. ബെത്സദ കുളത്തിന്റെ ഖണ്ഡങ്ങൾ 5. ഇമ്മാനുവേൽ തൻ കുരിശിലെ അന്ത്യമൊഴികളും 7. ആദാമിനെ നിർമ്മിച്ച പഞ്ചഗ്രന്ഥങ്ങളും 5. ദൈവത്തിന്റെ ക്രോധ കലശങ്ങളും 7. ദാവീദിന്റെ കീശയിലെ കല്ലുകളും 5. ശിംശോന്റെ തലയിലെ ശക്തി ജഡമുടികളും 7. യേശു രാജാവായി വാഴ്ത്തിയ അപ്പത്തിന്റെ എണ്ണം 5. തിന്നു തൃപ്തരായ ജനങ്ങളും 5000 തന്നെ. യേശു രാജാവ് വാഴ്ത്തി നൽകിയ അപ്പങ്ങളും 7. തിന്നു തൃപ്തരായി ശിഷ്ടമാർന്ന വട്ടികളും 7 തന്നെ. യേശുവിൽ നിന്ന് ചൊറിഞ്ഞ മുറിവുകളും 5. യെരിഹോ മതിൽ തകർക്കുവാൻ ഊതിയ കാഹളവും 7. കാത്തിരുന്ന് ബുദ്ധിയുള്ള കന്യകമാർ 5. എണ്ണയില്ല ബുദ്ധിഹീനരായവരും 5 തന്നെ. സ്വർഗപുരി തന്നിലുള്ള പൊന്നു വിളക്കുകളും 7. യജമാനൻ വിധിച്ചു നൽകിയ താലന്തുകളും 5. മഗ്ദല മറിയത്തെ വിട്ട ഭൂതങ്ങളും 7. മോശദാൻ എഴുതി വെച്ച പുസ്തകങ്ങളുടെ എണ്ണം 5. കുഷ്ഠം തീർക്കുവാൻ നയമാൻ സ്നാനമേറ്റതും 7. ബാബേൽ രാജൻ സ്വപ്നം കണ്ട ബിംബവസ്തു 5. ക്രിസ്തുവിനെ വിസ്തരിച്ച കോടതിയും 5. ഫറവോൻ രാജൻ കണ്ടതായ നെൽക്കതിരും 7. വീണ്ടും രാജൻ കണ്ടതായ പതിർക്കതിരും 7. അജേരത കണ്ടതായ കൊഴുത്ത ഗോക്കളും 7. മിസ്രൈം രാജ്യത്തിൽ വന്ന ക്ഷാമകാലവും 7. വീണ്ടും രാജ തന്നിൽ വന്ന ക്ഷേമകാലവും 7. ഒരേ സമയം ഒരുമിച്ച് ഇതുപോലെ 5 വട്ടം ചൊല്ലിടാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്കിനിയും പൊരുതിയിടാം. ഇരുവർ തമ്മിൽ തർക്കമുണ്ടായാൽ ഒരുവർക്കേ ജയമുള്ളൂ. അതുകൊണ്ട് നമുക്കിനിയും തർക്കത്തിന് നന്നല്ല. 7ഉം 5ഉം ഞങ്ങൾ തമ്മിൽ കൂടിയാൽ 12. യാക്കോബിന്റെ മക്കളായ ആൺമക്കളും 12. പീഠം പണിവാൻ നാദം ചൊല്ലിയ കല്ലുകളും 12. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ 12. കീർത്തികെട്ട യെരുശലേം ഗോപുരവും 12. യേശു ശാസ്ത്രപരമായി തർക്കം തുടങ്ങിയപ്പോൾ വയസ്സ് 12. ഏകയാണ്ടിൽ ആകെയുള്ള മാസങ്ങളും 12. ഇനി ഞങ്ങൾ ചൊല്ലിടുന്ന ഏകനായി കുറഞ്ഞിടും. ഏകമെന്ന വാക്കിൽ തന്നെ വന്നു നിന്നിടും. യൂദ ഇസ്കറിയോത്ത് പോയ ശേഷം ശിഷ്യന്മാർ 11. കൽപ്പലകയിലുള്ള കൽപ്പനകൾ 10. നന്ദിഹീനരായ കുഷ്ഠരോഗികൾ 9. നോഹയുടെ പെട്ടകത്തിൽ രക്ഷപ്പെട്ടവർ 8. പത്മോസുവിൽ വെളപ്പെട്ട സഭകൾ 7. യേശുരാജൻ വീഞ്ഞുണ്ടാക്കിയ കൽപാത്രങ്ങൾ 6. യേശുവിന്റെ മേലിലെ മുറിവുകൾ 5. സുവിശേഷ പുസ്തകങ്ങൾ 4. ദൈവത്തിന്റെ ആളത്വങ്ങൾ 3. ഏതിലെ മനുഷ്യവർഗം 2. സർവ്വലോക സൃഷ്ടി ചെയ്ത സത്യദൈവം 1. ഏകയാഗം തന്നിൽ നിന്ന് ഞങ്ങൾ തുടരുന്നു. ക്രിസ്തുവിന്റെ മണവാട്ടി സഭ 1. സത്യസഭയ്ക്ക് അധിപതിയാകും രക്ഷകനും 1. ഇതാ ഞങ്ങൾ സദസ്സുകൾക്കെല്ലാം നന്ദിയേകുന്നു. ആമേൻ.